മുഗൾ ചക്രവർത്തിമാർ അവരിൽ പലരും പിറന്നിട്ടുള്ളത് ഹിന്ദു അമ്മമാർക്ക് തന്നെയാണ്. അക്ബർ നിരക്ഷരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം സാക്ഷരതയുടെ കാലഘട്ടം. രാജഭരണമെന്ന് പറയുന്നത് രാജതന്ത്രങ്ങളുടെ വിജയം കൂടെയാണ്. അതില്ലാത്ത ഒരാൾക്ക് ആ കാലത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഒത്തിരി രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഫിലോസഫി ചർച്ച ചെയ്യുന്ന ഉപനിഷത്തുകളെ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ ഒരു 100 കൊല്ലം മുമ്പ് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് കാലത്ത് നടത്തിയ ആധാരങ്ങളൊക്കെ പേർഷ്യൻ ഭാഷയിലാണ്. ഒന്നുകിൽ നമ്മൾ കൊല്ലുക, അല്ലെങ്കിൽ നമ്മൾ കൊല്ലപ്പെടുക, അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമാണ് നിലനിൽപ്പുണ്ടായിരുന്നത്. ഹായ് ഓൾ, ഇന്നോടൊപ്പം ചേർന്നിട്ടുള്ളത് ഗവേഷകനും ചരിത്രാധ്യാപകനുമായിട്ടുള്ള, നിലവിൽ മലപ്പുറം ഗവൺമെൻറ് കോളേജിലെ ചരിത്ര വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള മുഹമ്മദ് ഷമീർ കൈപ്പങ്ങരയാണ്. നമസ്കാരം സർ. താങ്ക് യു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്ക് പ്ലസ് പബ്ലിക്കേഷൻ പുറത്തിറക്കിയ മുഗൾമാരും സൂഫികളും എന്ന ഷമീർ സാറിൻ്റെ കൃതിയെക്കുറിച്ചിട്ടാണ്. ഓക്കെ, സന്തോഷം. മുഗളന്മാരും സൂഫികളും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മുഗൾ രാഷ്ട്രീയത്തിൽ രജപുത്രന്മാർക്ക് വലിയ സ്ഥാനം കാണുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അക്ബർ ചക്രവർത്തിയുടെ വീടിൻ്റെ അടുത്തായിരുന്നു, കൊട്ടാരത്തിൻ്റെ അടുത്തായിരുന്നു രജപുത്ര രാജാവായിട്ടുള്ള ബീർബലിൻ്റെ മാളിക ഉണ്ടായിരുന്നത്. ആ ഒരു ബന്ധം എങ്ങനെയായിരുന്നു? യുദ്ധം തൊഴിലായി സ്വീകരിച്ച ആളുകളാണ് രജപുത്രന്മാർ. അവർക്ക് ധാരാളം യുദ്ധങ്ങൾ ആവശ്യമുണ്ട്. മുഗൾ ചക്രവർത്തിമാർക്ക് ധാരാളം യോദ്ധാക്കളെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് മധ്യകാലത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും പരസ്പര പൂരകങ്ങളായിട്ടുള്ള രണ്ട് ശക്തികളാണ്. അതുകൊണ്ട് ഹുമയൂൺ ചക്രവർത്തിയുടെ കാലം മുതൽ തന്നെ മുഗൾ രജപുത്ര ബാന്ധവം വളരെ ഊഷ്മളമായിട്ടും ശക്തമായിട്ടും പോകുന്നത് കാണാൻ പറ്റും. ഒരു ചെറിയൊരു സംഭവം. ഹുമയൂൺ ചക്രവർത്തിയുടെ കാലത്ത് ഗുജറാത്ത് ഭരിച്ചിരുന്ന സുൽത്താനായിരുന്നു ബഹദൂർ ഷാ. ഈ ബഹദൂർ ഷാ ഒരിക്കൽ ചിത്തോർ കോട്ട ആക്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടുത്തെ രാജ്ഞിയായിരുന്ന റാണി കർണാവതി സഹായം തേടുന്നത് ഹുമയൂൺ ചക്രവർത്തിയോടാണ്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഈ റാണി കർണാവതി നേരത്തെ മുഗളന്മാരുമായിട്ടുള്ള 1-ാം പാനിപത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട റാണാ സംഗയുടെ വിധവയാണ് എന്നതാണ്. എന്നിട്ടും റാണി കർണാവതി ഒരു രാഖി കൊടുത്തയച്ച് സഹോദരൻ എന്ന് വിളിച്ചുകൊണ്ട് ഹുമയൂൺ ചക്രവർത്തിയോട് സഹായം തേടുന്നു. അദ്ദേഹം അതിന് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നു. മുഗൾ ആർമി വന്ന് ചിത്തോർ കോട്ടയെ മോചിപ്പിച്ച് റാണി കർണാവതിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഈ ഒരു ബന്ധം കൂടുതൽ ഊഷ്മളമാവുന്നത് കാണാൻ പറ്റും. അക്ബർ ചക്രവർത്തിയുടെ പത്നിമാരിൽ ഒരാൾ രജപുത്ര രാജ്ഞിയായിരുന്നു, രജപുത്ര രാജകുമാരിയായിരുന്നു. അമേറിലെ രാജാവായിരുന്ന ബാർമാലിൻ്റെ പുത്രിയാണ് അക്ബറിൻ്റെ മഹിഷിയായിരുന്ന ജോധാബായി. ഈ ഒരു വിവാഹം നടക്കുന്നത് തന്നെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. നമുക്കറിയാം, ഈ രജപുത്രന്മാരെപ്പോഴും ഒരുപാട് ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി ജീവിക്കുന്നവരാണ്. ഇവർക്കിടയിൽ യുദ്ധങ്ങളും കുടിപ്പകകളും പോരാട്ടങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ ബാർമാലിനെ ഈ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുക്കളാണ് പട നയിക്കുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ബാർമാൽ കണ്ടെത്തിയ ഒരു തന്ത്രമാണ് മുഗൾ രാജവംശവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ബാർമാലിൻ്റെ പുത്രി ബാർമാലിൻ്റെ അഭ്യർത്ഥന പ്രകാരം മുഗൾ കൊട്ടാരത്തിലെത്തുന്നത്, അക്ബറിൻ്റെ അന്തപുരത്തിലെത്തുന്നത്. ആ രാജകുമാരി പിന്നീട് മുഗൾ രാജവംശത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പട്ടമഹിഷി ആയിട്ട് മാറുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് മുഗൾ കൊട്ടാരത്തിൽ ഒട്ടുമിക്ക
രാജകുമാരന്മാരും ഒന്നോ രണ്ടോ രജപുത്ര രാജകുമാരിമാരെ കല്യാണം കഴിക്കുന്നത് കാണാൻ പറ്റും. ഒരു വലിയ ഊഷ്മളമായ ബന്ധം അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷയുടെ കാലം വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു അന്നത്തെ ഒരു പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം. മുഗൾ വിശാലമായ സാമ്രാജ്യമാണ്, അവരുടെ കയ്യിൽ വിശാലമായിട്ടുള്ള സമ്പത്തുണ്ട്, അവർക്ക് ധാരാളം പടയോട്ടങ്ങളുണ്ട്. അതേസമയം രജപുത്രന്മാർ പോരാട്ട വീര്യമുള്ള ആളുകളാണ്. അപ്പോൾ ആ കാലത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള രണ്ട് ശക്തികൾ ആയിരുന്നു ഇവർ. അവരുടെ ആ ഒരു സൗഹൃദം ആ ഒരു കാലഘട്ടം സാധ്യമാക്കിയിട്ടുള്ള ഒന്നാണ് തീർച്ചയായിട്ടും. മുസ്ലിം രാജാക്കന്മാർക്ക് രജപുത്ര സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന പ്രവണത ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതൊരു പുതിയ കാര്യമല്ല. ഇന്ത്യൻ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഡൽഹി സുൽത്താൻമാരുടെ കാലത്തുമൊക്കെ അത് കാണാൻ പറ്റും. അതിന് നല്ലൊരു ഉദാഹരണം ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താനായിരുന്ന ഇൽത്തുമിഷ്, അദ്ദേഹത്തിൻ്റെ ഒരു പത്നി അവർ ഒരു ഹിന്ദു രാജവംശത്തിലെ രാജകുമാരിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ശേഷം ഡൽഹി സുൽത്താനായിരുന്ന ഗിയാസുദ്ദീൻ ബാൽബൻ, ഈ ബാൽബൻ്റെ ഒരു പുത്രനുണ്ടായിരുന്നു സുൽത്താൻ മുഹമ്മദ്. ബാൽബന് ഏറ്റവും ഇഷ്ടപ്പെട്ട യുവരാജാവായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പുത്രനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പത്നി റായി കലു എന്ന് പറയുന്ന ഒരു രജപുത്ര രാജാവിൻ്റെ പുത്രിയായിരുന്നു. പിന്നീട് നമുക്കറിയാം ഡൽഹിയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഡൽഹി സുൽത്താനായിട്ടുള്ള ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ പത്നിമാരിൽ 2 പേർ രജപുത്ര സ്ത്രീകളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ യുവരാജാവ് കൂടിയായിരുന്ന ഖിസിർ ഖാൻ, ഈ ഖിസിർ ഖാൻ്റെ പത്നി ദേവൽ റായ് എന്ന് പറയുന്ന രജപുത്ര രാജകുമാരിയാണ്. അതിന് വേറൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, ഈ ദേവൽ റാണി ഖിസിർ ഖാനുമായിട്ടുള്ള ഈ പ്രണയത്തിൻ്റെ കഥ അമീർ ഖുസ്രുവിൻ്റെ ഒരു മസ്നവിയുടെ സെൻട്രൽ തീമാണ്. ആഷിക്ക എന്നാണ് ആ മസ്നവിയുടെ പേര്. അതിൽ അമീർ ഖുസ്രു വർണ്ണിക്കുന്നത് ഈ ദേവൽ റാണിയുടെയും ഖിസിർ ഖാൻ്റെയും പ്രണയവും ജീവിതമൊക്കെയാണ്. ഇതൊരു ഇന്ത്യയിലൊരു പുതിയ കാര്യമല്ല. നേരത്തെ തന്നെ നമുക്ക് ധാരാളം അത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും വിശ്വാസപരമായിട്ട് ഈ വിവാഹങ്ങൾക്കുള്ള സാധ്യതകൾ എന്തായിരുന്നു? അതായത് അവർ മതം മാറിയിരുന്നോ അതോ അതേ മതത്തിൽ തന്നെയാണോ രജപുത്ര സ്ത്രീകൾ നിന്നിരുന്നത്? നമുക്കത് വ്യക്തമല്ല. അതിൻ്റെ ഒരു കാരണം ഇവരുടെ പേരുകൾ നോക്കിയിട്ട് വിശ്വാസം മനസ്സിലാക്കാൻ ആ കാലത്ത് സാധ്യമല്ല. ഒരു രാജകുമാരി രാജ്ഞിയായി കഴിഞ്ഞാൽ ഉടൻ അവർ പുതിയ സ്ഥാനപ്പേര് സ്വീകരിക്കും. ഇന്ത്യയിൽ അന്നത്തെ ഔദ്യോഗിക ഭാഷ ഏറ്റവും അധികം ഈ കൊട്ടാരങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് അത് പേർഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ സ്ഥാനപ്പേരുകൾ പേർഷ്യൻ ഭാഷയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയില്ല അവർ മതം മാറിയിട്ടാണോ ജീവിച്ചത്, എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ ജൊത്തബായിയുടെ പേര് മുഗൾ റെക്കോർഡിൽ പറയുന്നത് മറിയം സമാനി എന്നാണ്. ഈ മറിയം സമാനി എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ ടൈറ്റിലാണ്. അത് അവർ ഇസ്ലാം ആശ്ലേഷിച്ചത് കൊണ്ട് കിട്ടിയ പേരാണോ അതല്ല ഈ ടൈറ്റിൽ മാത്രമാണോ എന്നുള്ളത് അറിയാൻ നമുക്ക് നിർവാഹമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഹിന്ദു അമ്മമാർക്ക് പിറന്ന മുഗൾ ചക്രവർത്തിമാരുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും മുഗൾ ചക്രവർത്തിമാർ അവരിൽ പലരും പിറന്നിട്ടുള്ളത് ഹിന്ദു അമ്മമാർക്ക് തന്നെയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം അക്ബറിൻ്റെ പട്ടമഹിഷിയായിരുന്ന ജോധാബായിയുടെ മകനാണ് സലീം രാജകുമാരൻ. ഈ സലീം രാജകുമാരനാണ് പിന്നീട് ഹിസ്റ്ററിയിൽ ജഹാംഗീർ എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ളത്. 2 പതിറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ച ചക്രവർത്തിയാണ് ഈ ജഹാംഗീർ. അദ്ദേഹം ജനിച്ചത് ഒരു രജപുത്ര രാജകുമാരിക്കാണ്. ഇനി ജഹാംഗീറിൻ്റെ പത്നി അദ്ദേഹത്തിന് 2 രജപുത്ര പത്നിമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ മൻബായ് അല്ലെങ്കിൽ മൻവതി ബായ് എന്ന് പറയുന്ന ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. അവരുടെ മകനാണ് ഖുറം രാജകുമാരൻ. ഈ ഖുറം രാജകുമാരനാണ് ഷാജഹാൻ എന്ന പേരിൽ മുഗൾ ചക്രവർത്തിയായിട്ടുള്ളത്. 3 പതിറ്റാണ്ട് കാലം ഇന്ത്യ ഭരിച്ച വ്യക്തിയാണ് അദ്ദേഹം.
ഇങ്ങനെ ധാരാളം പേര് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഔറംഗസീബിന് ശേഷം മിക്ക രാജകുമാരന്മാരും 2 അതിൽ കൂടുതലോ രജപുത്ര രാജകുമാരിമാരെ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ധാരാളം പേരങ്ങനെയുണ്ട്. ഔറംഗസീബിന്റെ കാലത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു രജപുത്ര ബന്ധം ഉണ്ടായിരുന്നത്? ഓ തീർച്ചയായിട്ടും, അതിൽ സംശയമൊന്നുമില്ല. ഔറംഗസീബിൻ്റെ പുത്രൻ, അദ്ദേഹത്തിന് ആസം ഷാ എന്ന പേരുള്ള ഒരു രാജകുമാരനുണ്ടായിരുന്നു. ഈ ആസം ഷായുടെ ഒരു പത്നി അസം രാജകുമാരിയായിട്ടുള്ള റാണി ഗബാരുവാണ്. മാത്രമല്ല ഔറംഗസീബിൻ്റെ പത്നിമാരിൽ തന്നെ ഒരാൾ, അദ്ദേഹത്തിന് ഉദയ്പുരി ബീഗം, ഉദയ്പുരി മഹൽ എന്നൊരു പത്നി ഉണ്ടായിരുന്നു. ഈ ഉദയ്പുരി ആരാണ് എന്നുള്ളത്, അവരുടെ ഒറിജിൻ എന്തായിരുന്നു എന്നത് ഹിസ്റ്റോറിയൻസിനിടയിൽ തർക്കമുള്ള വിഷയമാണ്. പക്ഷേ അന്ന് ആ കാലത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന നിക്കോള മനുച്ചി പറഞ്ഞൊരു കാര്യം, ഈ ഉദയ്പുരി മഹൽ ജോർജിയക്കാരിയായിട്ടുള്ളൊരു ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറത്താണ് ആ കാലത്ത് മുഗൾ രാജകുടുംബങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ വേണ്ടത്, ഇങ്ങനെ കൊട്ടാരത്തിൽ വരുന്ന ആളുകൾക്കൊക്കെ വേണ്ടത് വലിയ സ്ഥാനവും മറ്റുമൊക്കെയാണ്. ഇങ്ങനെ വന്ന ആളുകൾ പിന്നീട് മുഗൾ കൊട്ടാരത്തിൽ വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട്. ബീർബൽ, മാൻസിംഗ്, പിന്നീട് ഔറംഗസീബിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കമാൻഡർ ജയ്സിംഗ് ആയിരുന്നു. അപ്പോൾ ഔറംഗസീബിൻ്റെ കാലത്തും ഇതേ രീതി തന്നെ പ്രസക്തിയില്ല. മതമുണ്ട്, പക്ഷേ അത് അവരുടെ വ്യക്തി ജീവിതത്തിലാണ്. ഇന്ന് നമ്മൾ കാണുന്ന പോലെ രാഷ്ട്രീയവും മതവും തമ്മിൽ ഇങ്ങനെ കൂട്ടിക്കുഴക്കുന്നൊരു ശൈലി ഒരിക്കലും മുഗൾ കൊട്ടാരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. മുഗളന്മാരെ സൂഫികളും വായിച്ചപ്പോൾ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച കാര്യം എന്താ വെച്ചാൽ, അക്ബർ ചക്രവർത്തിയുടെ സദസ്സിൽ ഒരു തർക്കം ഉണ്ടാവുകയാണ് ഭാഷയുടെ പേരിൽ. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാഷയും കേൾക്കാതെ വളർന്നു കഴിഞ്ഞാൽ ആ കുട്ടി അറബി സംസാരിക്കുമെന്ന് മുസ്ലിങ്ങളും സംസ്കൃതം സംസാരിക്കുമെന്ന് ബ്രാഹ്മണരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം ഉണ്ടായപ്പോൾ ചക്രവർത്തി തീരുമാനിക്കുക, അങ്ങനെ ഒരു പരീക്ഷിച്ച് നോക്കിയാലോ. അതായത് ഒരു കുട്ടീനെ ഭാഷ ഒന്നും കേൾക്കാതെ വളർന്ന കുറച്ച് അധികം കുട്ടികളെ ഒരു മാറ്റി താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് പരീക്ഷിക്കേണ്ട ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുണ്ടായിരുന്ന ഒരു പശ്ചാത്തലം എന്തായിരുന്നു? ഏതൊരു രാജ്യത്തും വൈജ്ഞാനികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, രാഷ്ട്രീയമായ ഒരു സുസ്ഥിരത ഉണ്ടാവുക എന്നുള്ളതാണ്. അത് മുഗൾ കാല ഇന്ത്യയിലുണ്ട്. രണ്ടാമത്തത് അതിനൊക്കെ പശ്ചാത്തല സൗകര്യമൊരുക്കുന്ന തരത്തിൽ സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുക. മൂന്നാമത്തത് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുക എന്നുള്ളതാണ്. ഭാഗ്യവശാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം മുഗൾ കാലത്ത് ഒത്തുചേർന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം പരീക്ഷണങ്ങൾ, ഗവേഷണങ്ങൾ നടന്നൊരു കാലഘട്ടമായിരുന്നു അത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ പരീക്ഷണം തന്നെ ഗംഗ് മഹൽ എന്ന പേരിൽ ഒരു വീട് ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ സംസാരശേഷി എത്താത്ത കുറച്ച് കുട്ടികളെ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്, കൊച്ചുകുട്ടികളെ. അവരുടെ അമ്മമാരവിടെ പോയിട്ട് സമയാസമയം മുലയോട്ട് തിരിച്ചു പോരും. പക്ഷേ അവർക്ക് ഈ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പാടില്ല. സംസാരപ്രായം എത്തുമ്പോൾ അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് ഈ കൊട്ടാരത്തിലെ പണ്ഡിതന്മാർ ഇവരുമായി സംവദിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്? ഇതാണ് അവിടുത്തെ ഒരു പരീക്ഷണം. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ഇതിന് മുൻപോ ശേഷമോ ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഭാഷയുമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇങ്ങനത്തെ ഒത്തിരി പരീക്ഷണങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ അക്ബറിൻ്റെ കാലത്ത് തന്നെ ഒരിക്കൽ അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടായി. ഈ ഗംഗയും യമുനയുമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അതിനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഈ കൊട്ടാരത്തിൽ കുടിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുക ഗ്ലേസിയർ റിവേഴ്സിലെ വെള്ളമാണ്. അപ്പോൾ ഗംഗ, യമുന, ജലം, ചിനാബ് ഇതിലൊക്കെ വെള്ളമാണ് ഒരു കുടിക്കുക, അത് മാത്രമേ കുടിക്കൂ. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ പറഞ്ഞു വിടാണ്. ഇവരൊരുപാട് മാസങ്ങൾ ശ്രമിച്ച് യാത്ര ചെയ്ത് ഈ ഗംഗയുടെ ഉത്ഭവം തേടി അവസാനം ഹിമാലയത്തിന് മുകളിലെത്തി.
അവസാനം അവർ അത് മതിയാക്കി തിരിച്ചു വന്നിട്ട് കൊട്ടാരത്തിലെത്തിയിട്ട് ഇദ്ദേഹത്തോട് പറയാണ്, ഞങ്ങൾ ഇത്രയും ദൂരം പോയി. അപ്പോൾ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് അവസാനമായി കണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ഹിമാലയത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ അവസാനം എത്തിച്ചേർന്നത് ഒരു പശു ഇങ്ങനെ വായ തുറന്ന് വെച്ച പോലുള്ളൊരു സ്ഥലം. അവിടെ നിന്ന് ഈ വെള്ളം വരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം നമ്മൾ ഗോമുഖ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം പരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ആ കാലത്തെ ഗ്രന്ഥങ്ങൾ, ബാബർനാമ, ജഹാംഗീർനാമ, ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒത്തിരി അന്വേഷണങ്ങൾ നടത്തുന്നതെന്ന് കാണാം. പ്രത്യേകിച്ച് ഈ പക്ഷികളുമായിട്ട് മൃഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒത്തിരി പരീക്ഷണങ്ങൾ. അതിന് പറ്റുന്നൊരു അന്തരീക്ഷം അന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സലീം അലിയുടെ പ്രശസ്തമായൊരു ആർട്ടിക്കിൾ തന്നെയുണ്ട്, മുഗൾ റെക്കോർഡുകളിൽ പറയുന്ന പക്ഷികളെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ തന്നെയുണ്ട്. അപ്പോൾ അന്നൊരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ അക്ബർ ചക്രവർത്തി നിരക്ഷരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത്രയും ശാസ്ത്രബോധമുള്ള ഒരു കുടുംബത്തിൽ അതെങ്ങനെയാണ് സാധിച്ചത്? അത് വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണത്. സാധാരണഗതിയിൽ മുഗൾ കൊട്ടാരത്തിലെ മുഗൾ രാജവംശത്തിലെ എല്ലാവരും, രാജാക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ നല്ല അഭ്യസ്തവിദ്യരും സാഹിത്യപടുക്കളുമായിരുന്നു. പക്ഷേ അക്ബറിൻ്റെ കാര്യത്തിൽ മാത്രം അതുണ്ടായില്ല. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഹുമയൂൺ ചക്രവർത്തി ഷേർഷയുമായിട്ട് യുദ്ധം തോൽക്കുകയും അങ്ങനെ രാജാധികാരം നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പേർഷ്യയിലേക്ക് പോകുന്ന വഴി AD 1542 സിന്ധിൽ വെച്ചിട്ടാണ് ഈ അക്ബറിനെ പ്രസവിക്കുന്നത്. അപ്പോൾ ഈ ഹുമയൂണിന് രാജകുമാരനെ പേർഷ്യയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ബന്ധുവിൻ്റെ കയ്യിൽ, കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ തന്നെയാണ് കമ്രാൻ, ഈ കമ്രാനെ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ ഹുമയൂൺ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അക്ഷരാഭ്യാസം നേടാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഒരു 12 വർഷങ്ങൾക്ക് ശേഷം 1554 ഹുമയൂൺ തിരിച്ചു വരുമ്പോൾ മാത്രമാണ് അക്ബർ പിന്നീട് പിതാവിനെ കാണുന്നത്. പക്ഷേ അക്ഷരാഭ്യാസം ഇല്ലെങ്കിലും യുദ്ധതന്ത്രങ്ങളും മറ്റുമൊക്കെ ആവോളം അഭ്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൗതുകരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ അക്ബർ ചക്രവർത്തിയുടെ കാലത്തായിരുന്നു കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുണ്ടത്. അത് അക്ബർ ചക്രവർത്തി അതിൽ വളരെ തൽപരനായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലാണ് നവരത്ന എന്നറിയപ്പെട്ട 9 മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നത്. അബുൽ ഫസൽ, ബീർബൽ, താൻസൻ തുടങ്ങിയ വലിയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ. മാത്രമല്ല ഇന്ത്യയിലെ ഒത്തിരി ഗ്രന്ഥങ്ങൾ, പൗരാണിക ഇന്ത്യയിലെ ഗ്രന്ഥങ്ങൾ സംസ്കൃത ഭാഷയിൽ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഈ പരിഭാഷകൾ നടത്താൻ വേണ്ടി മാത്രം ഒരു ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രസകരമായൊരു കാര്യം, നമ്മുടെ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ അതിനവർ വെച്ച പേര് റസ്മ് നാമ, ബുക്ക് ഓഫ് വാർസ് എന്നാണ്. കാരണം ഇവരിത് വായിച്ചപ്പോൾ ഇതിൽ നിറയെ യുദ്ധങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഈ പേർഷ്യൻ ഭാഷയിലേക്കൊരു കൃതി വരുന്നതോടുകൂടി ലോകത്ത് വളരെ വലിയൊരു നമ്പർ ആളുകളിലേക്ക് അത് എത്തും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് ഇംഗ്ലീഷുകാർ വന്ന സമയത്ത് പോലും പൗരാണിക ഇന്ത്യയിലെ കൃതികൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ പലപ്പോഴും ചെയ്തത് അവയെ പേർഷ്യനിലേക്ക് പരിഭാഷപ്പെടുത്തി വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ വൈജ്ഞാനികമായ വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് വരുന്നത്, യൂറോപ്യൻ പെയിൻറ്റിങ് ഇന്ത്യൻ പെയിൻറ്റിങ്ങിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, കലിഗ്രാഫി, പ്രത്യേകിച്ച് നസ്താലിക് പോലെയുള്ള കലിഗ്രാഫി ഉണ്ടാകുന്നത്, ഇതെല്ലാം അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ പെയിൻറ്റിങ്ങിൽ അന്നത്തെ ഒരു പ്രത്യേകത,
മുറക്കാസ് എന്ന പേരിൽ, മുറക്ക അങ്ങനെ ഒരു പേരിൽ ധാരാളം ആൽബങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുറക്ക എന്ന് പറയുമ്പോൾ, മുറക്ക എന്നുള്ളതൊരു പേർഷ്യൻ പദമാണ്. നമുക്ക് ഇന്നത്തെ അർത്ഥത്തിൽ അതിനൊരു ആൽബം എന്ന്. അപ്പോൾ ഈ രാജകുമാരന്മാർ, കൊട്ടാരത്തിലെ ആളുകൾ, പ്രഭുക്കൾ, അവരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ച് വരക്കുന്ന ഈ മുറക്കുകളെല്ലാം ഇന്നും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ മെജോറിറ്റിയും ഇന്ത്യയിലല്ല, മിക്ക മുറക്കുകളും ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത് ലണ്ടനിലോ പാരീസിലോ അങ്ങനെയുള്ള യൂറോപ്യൻ മ്യൂസിയങ്ങളിലാണ്. അപ്പോൾ അക്ബറിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വൈജ്ഞാനികമായിട്ടും സാംസ്കാരികമായിട്ടും ഇന്ത്യ വളരെ പുരോഗതി നേടിയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. അക്ബർ നിരക്ഷരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം സാക്ഷരതയുടെ കാലഘട്ടം. മുഗളന്മാർ വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കല്ലാതെ ഗ്രന്ഥങ്ങൾ വല്ലതും രചിച്ചിട്ടുണ്ടോ? ഓ, ധാരാളം രചനകൾ കാണാൻ പറ്റും. ഇന്ത്യയിലെ ആദ്യത്തെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബാബർ, അദ്ദേഹത്തിൻ്റെ കൃതി തുസുക്കി ബാബരി, ബാബർ നാമ എന്ന പേരിലാണത് പ്രശസ്തമായിട്ടുള്ളത്. അതിമനോഹരമായൊരു വർക്കാണ്. ഇന്നും അത് വായിക്കപ്പെടുന്നു. ലോകത്ത് ഒത്തിരി ഭാഷകളിലേക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു ഗുൽബദാൻ ബീഗം. ഈ ഗുൽബദാൻ ബീഗമാണ് ഹുമയൂൺ നാമ എഴുതിയിരിക്കുന്നത്, സഹോദരനായ ഹുമയൂണിനെ കുറിച്ച്. ഇനി ഹുമയൂൺ തന്നെ നല്ലൊരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേർഷ്യൻ ദിവാൻസ് ധാരാളം നമുക്ക് കാണാൻ പറ്റും. അക്ബറിൻ്റെ പുത്രനായിരുന്ന ജഹാംഗീർ, അദ്ദേഹമാണ് ജഹാംഗീർ നാമ എഴുതിയിരിക്കുന്നത്. ഈ ജഹാംഗീർ നാമ ഇന്ത്യയിലെ പക്ഷി മൃഗാദികളെയും അതേപോലെ നമ്മുടെ ഈ ഇവിടുത്തെ പ്രകൃതിയെയും കുറിച്ച് അതിമനോഹരമായി വർണ്ണിക്കുന്നൊരു കൃതിയാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ പുത്രനായിരുന്ന ദാരാഷുക്കോ ഒരു വലിയ ഫിലോസഫറാണ്. ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മജ്മ ഉൽ ബഹ്റൈൻ, അതേപോലെ തന്നെ നിരവധി സൂഫി കൃതികൾ അദ്ദേഹത്തിനുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഷാജഹാൻ ചക്രവർത്തിയുടെ പുത്രിയുമായിട്ടുള്ള ജഹാനാര ബീഗം, അവരാണ് മുനിസ് അൽ അർവാഹ് എഴുതിയിരിക്കുന്നത്. സാർ ട്രാൻസ്ലേറ്റ് ചെയ്ത്. അതെ 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 അത് മുനിസ് അൽ അർവാഹ് ഇന്ത്യയിലെ ചിസ്തി സിൽസിലയിലെ സൂഫിമാരുടെ ചരിത്രം പറയുന്ന കൃതിയാണ്. അതിൻ്റെ വേറൊരു പ്രത്യേകത, ഇന്ന് നമ്മൾ കാണുന്ന ഈ ചിസ്തി സിൽസിലയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഈ മോനിസുൽ അർവാഹിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, കടമെടുത്തിട്ടുള്ളതാണ്. ഔറംഗസീബിൻ്റെ ഒരു പുത്രി ഉണ്ടായിരുന്നു, സേബുന്നിസ. അവർ നല്ല സ്കോളറായിരുന്നു. അവരുടെ ശ്രമഫലമായിട്ട് സേബു തഫ്സീർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആൻ്റെ ഒരു പരിഭാഷ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം നല്ല വൈജ്ഞാനികമായിട്ട് നല്ല പാണ്ഡിത്യമുള്ള ആളുകളായിരുന്നു. മുഗളന്മാരും സൂഫികളും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഔറംഗസീബിന് പകരം ധാരാഷിക്കോ രാജകുമാരൻ മുഗൾ ചക്രവർത്തി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മുഗൾ സാമ്രാജ്യം കുറച്ചുകൂടെ നേരത്തെ തകർന്നു പോകുമായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ? ദാര ഒരു നല്ല പണ്ഡിതനാണ്, നല്ല ഫിലോസഫറാണ്, പക്ഷെ നല്ല യോദ്ധാവല്ല. ആ കാലഘട്ടത്തിന് ചേർന്ന ഒരു നല്ല നേതാവല്ല. നോക്കൂ, ഷാജഹാൻ ചക്രവർത്തിക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. അതിലേറ്റവും മൂത്തയാളാണ് ദാരാഷുക്കോ. ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ തൻ്റെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ച രാജകുമാരനാണ് ദാരാഷുക്കോ. അതേസമയം ഔറംഗസീബ് 3ാമത്തെ പുത്രനാണ്. പക്ഷെ ഈ പിതാവിൻ്റെ കാലത്ത് തന്നെ ഈ 4 പുത്രന്മാരും അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അത് വലിയ ആഭ്യന്തര യുദ്ധമായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 ആളുകളുടെ അധികാര മത്സരം നടക്കുമ്പോൾ ഷാജഹാൻ്റെ പിന്തുണയുള്ളത് ദാരാഷുക്കോക്കാണ്. എന്ന് പറഞ്ഞാൽ മുഗൾ ഇമ്പീരിയൽ ആർമി അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. മധ്യകാല ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നാണ് ഈ മുഗൾ സൈന്യം. ആ സൈന്യത്തിൻ്റെ പിന്തുണ ഉണ്ടായിട്ട് പോലും ദാര സമുഗഡ യുദ്ധത്തിൽ തോറ്റുപോയി. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ
ആ മധ്യകാല ഇന്ത്യയിലേക്ക് യോജിച്ച ഒരു സൈനിക നേതാവ് ആയിരുന്നില്ല ധാര എന്നുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഈ സമൂഹയുടെ യുദ്ധം നടക്കുന്ന സമയത്ത് ധാര തോൽക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ യുദ്ധം തുടങ്ങി. അപ്പോൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ദാരാ ഷുക്കോ വിജയിക്കുമെന്നാണ്. പക്ഷേ ദാരാ ഷുക്കോയുടെ കമാൻഡർമാരിൽ ഒരാളായിരുന്ന ഖലീലുല്ലാ ഖാനുമായിട്ട് ഔറംഗസീബ് ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഖലീലുല്ലാ ഖാൻ വന്നിട്ട് ധാരയെ ഉപദേശിക്കുകയാണ്. രാജകുമാരൻ, അങ്ങ് ഈ ഹൗഡ എന്ന് പറയുന്നത് ഈ ആനയുടെ പുറത്ത് വെക്കുന്ന, നമ്മൾ മലയാളത്തിൽ അമ്പാരി എന്ന് പറയും, പക്ഷെ ഹൗഡ കുറച്ചുകൂടെ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ഇരിപ്പിടം പോലെ, അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അശ്വാരൂഢനായി ഔറംഗസീബിനെ നേരിടണമെന്ന് ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇത് വിശ്വസിച്ച് ധാര ഈ ആനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. യുദ്ധതന്ത്രത്തിൽ ഒരിക്കലും യുദ്ധം നയിക്കുന്ന ആൾ, അത് രാജാവോ രാജകുമാരനോ ആരോ ആവട്ടെ, ആനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല. കാരണം പടയാളികൾ വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ കമാൻഡർ അതിൻ്റെ മുകളിൽ കാണണം. കണ്ടില്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് പടയാളിയില്ലാത്ത രാജകുമാരൻ മരിച്ചുപോയി, യുദ്ധം തോറ്റുപോയി എന്നാണ്. ദാരാ ഷുക്കോ തൻ്റെ പടയാനയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി കുതിരപ്പുറമേറി യുദ്ധം നയിക്കുന്നു. ദൂരെ നിന്ന് മറ്റ് കമാൻഡേഴ്സ് നോക്കുമ്പോൾ രാജകുമാരന് മുകളിൽ കാണുന്നില്ല. അവർ പരിഭ്രാന്തരായി, സൈന്യം ചിതറി, ദാരാ ഷുക്കോ യുദ്ധം തോറ്റു. രാജഭരണമെന്ന് പറയുന്നത് രാജതന്ത്രങ്ങളുടെ വിജയം കൂടെയാണ്. അതില്ലാത്ത ഒരാൾക്ക് ആ കാലത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. മാത്രമല്ല, അന്ന് മുഗൾ കൊട്ടാരത്തിലെ പല പ്രഭുക്കളും ഈ ദാരാ ഷുക്കോയുടെ കയ്യിൽ നിന്ന് പലതരത്തിലുള്ള അപഹാസ്യങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. അങ്ങനെ ഒരിക്കൽ അപമാനിക്കപ്പെട്ട ആളാണ് ഈ ഖലീലുല്ലാ ഖാൻ. പിന്നീട് അവസരം കിട്ടിയപ്പോൾ അതിന് പ്രതികാരം ചെയ്തത്. അപ്പോൾ ധാര ആ കാലഘട്ടത്തിന് യോജിച്ച ഒരു കമാൻഡറല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഗൾ സാമ്രാജ്യം നേരത്തെ തകരുമായിരുന്നു. ദാരോ ഷിക്കോ രാജകുമാരൻ്റെ കബറിടം ഇപ്പോഴും അജ്ഞാതമായി കിടക്കുന്ന ഒരു കാര്യമാണ്. മുഗൾ രാജാക്കന്മാരുടെ ഒക്കെ കബറിടങ്ങളിലൊക്കെ വലിയ കുടീരങ്ങളാക്കിയിട്ടും സന്ദർശകർക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ആണല്ലോ ഉള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പഠനം നടത്തിയിരുന്നു എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അവരടക്കം അതിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ പുള്ളിയുടെ രചനകളായിരിക്കാം അല്ലേ പുള്ളിനെ ഓർമ്മപ്പെടുത്തുന്നതല്ലേ? അതിനെ കുറിച്ച് എന്തായിരിക്കും ധാരയുടെ രചനകൾ? അദ്ദേഹം നടത്തിയിട്ടുള്ള രചനകൾ അതിഗംഭീരമാണ്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മജ്മഉൽ ബഹ്റൈനാണ്. മജ്മഉൽ ബഹ്റൈൻ എന്നുള്ളത് ശരിക്കും വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമാണ്. 2 സമുദ്രങ്ങൾ കൂടി ചേരുന്ന സ്ഥലം. ആ പേരാണ് മജ്മഉൽ ബഹ്റൈൻ എന്ന ഈ കൃതിക്കും അദ്ദേഹം എടുത്തിരിക്കുന്നത്. അത് ഇസ്ലാം, ഹിന്ദു ഈ 2 മതങ്ങളുടെ തത്വ ചിന്തകളെ താരതമ്യം ചെയ്യുന്നൊരു പഠനമാണ് മജ്മഉൽ ബഹ്റൈൻ. അതേപോലെ തന്നെ അദ്ദേഹം ധാരാളം സൂഫി ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടതാണ് സഫീനത്തുൽ ഔലിയ. ഈ സഫീനത്തുൽ ഔലിയ എന്ന് പറയുന്നത് പ്രവാചകൻ്റെ കാലം മുതൽ മധ്യകാലം വരെയുള്ള പ്രശസ്തരായിട്ടുള്ള സൂഫി വര്യന്മാർ, അതിൽ ഇന്ത്യയിലുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട്, അവരുടെ ഒരു ചരിത്രമാണ് അതിൽ പറയുന്നത്. മറ്റൊന്ന് സക്കീനത്തുൽ ഔലിയ. ഈ സക്കീനത്തുൽ ഔലിയ ഇന്ത്യയിലെ ഖാദിരി ത്വരീഖത്തിലെ സൂഫിമാരുടെ ബയോഗ്രഫിയാണ്. അതിൽ ഒരു കാര്യം, ഈ ദാരാ ഷുക്കോയുടെ ഗുരുവായിരുന്നു മുല്ലാ ഷാ. ഈ മുല്ലാ ഷാ ഉൾപ്പെടെയുള്ള സൂഫിമാരുടെ ബയോഗ്രഫിയാണ് അതിനകത്ത് പറയുന്നത്. ഇങ്ങനെ ഒത്തിരി രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ത്യൻ ഫിലോസഫി ചർച്ച ചെയ്യുന്ന ഉപനിഷത്തുകളെ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന് അദ്ദേഹം വെച്ച പേര് വളരെ ശ്രദ്ധേയമാണ്. സിറി അക്ബർ എന്നാണ്. സിറി അക്ബർ, സീക്രട്സ് ഓഫ് സീക്രട്സ്, രഹസ്യങ്ങളുടെ രഹസ്യം എന്നാണ് അതിന് വെച്ച പേര്. ഒരുപക്ഷെ ദാരാ ഷുക്കോ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഉപനിഷത്ത് ഉണ്ടെന്നും
ആ ഉപനിഷത്തിൽ ഇങ്ങനെ തത്വചിന്തകളുണ്ടെന്നും ഈ സംസ്കൃതത്തിന് പുറത്ത്, ആ ഭാഷയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ആരും ഇല്ല, അറിയുമായിരുന്നില്ല. അപ്പം രചനകളിലൂടെയാണ് ധാര എന്നും ഓർക്കപ്പെടുന്നതും വായിക്കപ്പെടുന്നതും. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ രചനകളൊക്കെ ഏത് ഭാഷയിലായിരിക്കും? മുഗളന്മാരുടെ മാതൃഭാഷ ചഗത്തായി ടർക്കിഷാണ്. അത് അവർ വീടിനകത്ത് സംസാരിക്കുന്ന ഭാഷയാണ്. ആ ഭാഷ ഇപ്പോൾ ഇല്ല, അതൊരു എക്സ്റ്റിങ്ക്റ്റ് ലാംഗ്വേജാണ്. എന്നാൽ ഈ ഗ്രന്ഥരചനകളെല്ലാം നടക്കുന്നത് പേർഷ്യൻ ഭാഷയിലാണ് കൂടുതൽ ആൾക്കാരിൽ എത്തുന്നത്. അത് ഇന്ത്യയിൽ എല്ലാവർക്കും അത് അറിയാമായിരുന്നു. ഡൽഹി സുൽത്താൻമാരുടെ കാലം മുതൽ തന്നെ ഇന്ത്യയിൽ പേർഷ്യൻ ഭാഷ വളരെ പോപ്പുലറാണ്. ഇന്ന് ഇംഗ്ലീഷിൻ്റെ സ്ഥാനം എന്താണോ അതാണ് അന്നത്തെ പേർഷ്യൻ ഭാഷയുടെ സ്ഥാനം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഈ അടുത്ത കാലം വരെ, ഒരു 100 കൊല്ലം മുമ്പ് വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് കാലത്ത് നടത്തിയ ആധാരങ്ങളൊക്കെ പേർഷ്യൻ ഭാഷയിലാണ്. അപ്പം ഈ അന്നത്തെ പ്രധാന ഭാഷയായിരുന്നു അത്. അപ്പം രചനകളെല്ലാം പേർഷ്യനിലാണുള്ളത്. മുഗളന്മാരും സൂഫികളും വായിച്ചപ്പോൾ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് മധ്യകാലങ്ങളിൽ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ ഷണ്ഡീകരിക്കപ്പെടും. അതെ അതെ. അതായത് അങ്ങനെ ഷണ്ഡീകരിച്ച കുട്ടികളെ പിന്നെ പ്രഭു കുടുംബങ്ങളിലേക്കൊക്കെ അയക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ജഹാംഗീർ ചക്രവർത്തി അറിയുകയും അത് നിരോധിക്കപ്പെടുന്നതൊക്കെ കാണപ്പെടുന്നുണ്ടല്ലോ ചരിത്രങ്ങളിൽ. അങ്ങനെ ഒരു തേർഡ് ജെൻഡറിന് ഇത്രയും അധികം പ്രാധാന്യം ആ കാലങ്ങളിൽ ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? കൊട്ടാരങ്ങളിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വലിയ സ്വീകാര്യത, അത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. ഇന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ യൂനെക്സ്, തേർഡ് ജെൻഡറിൽ പെടുന്ന ആളുകൾ അന്നത്തെ സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിന് പ്രധാനമായ കാര്യം, ഈ കൊട്ടാരങ്ങളിൽ അന്തപുരങ്ങളുടെ കാവൽക്കാരായിട്ട് രാജാക്കന്മാർ പലപ്പോഴും അപ്പോയിൻ്റ് ചെയ്യുന്നത് ഈ യൂനെക്സിനെയാണ്. അവർ ഏറ്റവും നല്ല വിശ്വസ്തരായിരുന്നു. രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും രാജകുമാരന്മാർക്കും ഒക്കെ ഇങ്ങനെ വിശ്വസ്തരായിട്ടുള്ള ഈ യൂനെക്സിൻ്റെ ഒരു വൃന്ദം എല്ലാ സമയത്തും അവർ സൂക്ഷിച്ചിരുന്നു. ഏറ്റവും സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും കോൺഫിഡൻഷ്യലായ മെസ്സേജ് ഒരു കിങ് വേറൊരാൾക്ക് കൈമാറുമ്പോൾ മിക്കപ്പോഴും അതിനുപയോഗിക്കുന്നത് ഈ യൂനെക്സിനെയാണ്. ഇപ്പം ഞാൻ മുഗളന്മാരും സൂഫികളും എഴുതുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് ആഭ്യന്തര കലഹം നടക്കുകയാണ്. അപ്പോൾ ചക്രവർത്തിക്ക് മകനായിട്ടുള്ള ഔറംഗസീബിനോട് ഒരു കാര്യം സീക്രട്ടായിട്ട് പറയണം. ഈ സീക്രസി ചോർന്നു പോകാൻ സാധ്യതയുള്ളത് പലപ്പോഴും കൊട്ടാരത്തിനകത്ത് നിന്ന് തന്നെയാണ്. അപ്പം ഷാജഹാൻ അയക്കുന്നത്, ഇതിന് നിയോഗിക്കുന്നത് ഒരു യൂനക്കിനെയാണ്. തിരിച്ച് ഈ ഷാജഹാനെ കീഴ്പ്പെടുത്തിയിട്ട് ആഗ്രക്കോട്ട തൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആഗ്രക്കോട്ടയുടെ കൺട്രോൾ ഔറംഗസീബ് ഏൽപ്പിക്കുന്നത് തൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു യൂനക്കിനെയാണ്. കാരണം ആഗ്രക്കോട്ടയ്ക്കകത്ത് മുസമ്മം ബുർജിൽ അദ്ദേഹം തടഞ്ഞു വെക്കുന്നത് സ്വന്തം പിതാവിനെയാണ്, ചക്രവർത്തിയെയാണ്. അപ്പോൾ പലതരത്തിലുള്ള അട്ടിമറികൾക്കൊക്കെ സാധ്യതയുണ്ട്. ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു സമയമാണത്. പക്ഷെ അപ്പോൾ പോലും ഒരു യൂനക്കിനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ സമൂഹത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഈ പരിഗണന, അവരിൽ സമൂഹം അർപ്പിച്ചിട്ടുള്ള ഈ വിശ്വാസം, തിരിച്ച് അവരിങ്ങോട്ട് കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രതിബദ്ധത, ഇതൊക്കെയാണ് അതിനൊരു കാരണം. ഇനി വേറൊരു പ്രത്യേകത, യൂനക്സ് അവർ സ്വന്തമായിട്ട് കുടുംബമായിട്ട് ജീവിക്കാത്തവരാണ് പലപ്പോഴും. അപ്പോൾ അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഈ കൊട്ടാരവും യജമാനന്മാരും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു പരിഗണന അത് ആഗ്രഹിച്ചായിരിക്കണം. ഇപ്പോൾ താങ്കൾ ചോദിച്ച ഈ ചോദ്യത്തിൽ പല പാരൻസും, മാതാപിതാക്കളും സ്വന്തം മക്കളെ ഷണ്ഡീകരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ. പക്ഷേ അത് ജഹാംഗീർ ചക്രവർത്തി കാലത്ത് തന്നെ അദ്ദേഹം അത് തിരിച്ചറിയുകയും അത് പാടില്ലെന്ന് ഫർമാൻ ഉത്തരവിറക്കുകയും ചെയ്തു. മുഗൾ കാലഘട്ടത്തിന് മുൻപും തേർഡ് ജെൻഡറിന് ഇത്ര അധികം പ്രാധാന്യം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. പൗരാണിക സമൂഹങ്ങളിലൊക്കെ ഇങ്ങനെയൊരു നല്ല സോഷ്യൽ കണ്ടീഷൻ ഇവർക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പൗരാണിക ഗ്രീക്ക് സൊസൈറ്റിയിൽ, അറേബ്യൻ സൊസൈറ്റിയിൽ, ഇനി ഇന്ത്യയുടെ കേസ് എടുത്താൽ തന്നെ നമുക്ക് മഹാഭാരതത്തിൽ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കടന്നു വരുന്നുണ്ടല്ലോ. ഇനി ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലത്ത് മാലിക് കഫൂർ, ഇപ്പോൾ ഡൽഹി ഭരിച്ച സുൽത്താൻമാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആൾ
എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണല്ലോ. ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്താണ് ഇന്ത്യ മുഴുവൻ അവർ കീഴടക്കുന്നത്. അപ്പോൾ ഈ അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടിയിട്ട് ഡക്കാനിലെ മുഴുവൻ രാജാക്കന്മാരെയും തോൽപ്പിക്കുന്നത്, ദക്ഷിണേന്ത്യയിലേക്ക് പടയോട്ടം നടത്തിയിട്ട് അത് മുഴുവൻ ഡൽഹി സുൽത്താനേറ്റിന് കീഴിൽ കൊണ്ടുവരുന്നു, ഇതെല്ലാം മാലിക് കഫൂറാണ്. ഈ മാലിക് കഫൂർ ഒരു യുവനക്കായിരുന്നു. മാത്രമല്ല അലാവുദ്ദീൻ ഖിൽജി മരിച്ചു കഴിഞ്ഞപ്പോൾ ആരാവണം അടുത്ത സുൽത്താൻ എന്ന് തീരുമാനിച്ചത് ഈ മാലിക് കഫൂറാണ്. മുഗൾമാർക്ക് മുൻപ് തന്നെ അങ്ങനെ ഒരു നല്ല പൊസിഷൻ അവർക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് അവർക്ക് ആ സ്ഥാനം നഷ്ടമാവുന്നത്? ഇപ്പം അവർ കൂടുതലും സമൂഹത്തിൽ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അതെ 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 ഇന്ന് നമ്മൾ കാണുന്ന ഈ തേർഡ് ജെൻഡറിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ഒരു അപരവൽക്കരണം അത് തുടങ്ങുന്നത് സത്യത്തിൽ ഇംഗ്ലീഷ് കാലത്താണ്. അപ്പോൾ 1871 ഇംഗ്ലീഷുകാർ കൊണ്ടുവരുന്ന നിയമം, അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് ഇന്ത്യയിലെ ചില ട്രൈബ്സ്, അതോടൊപ്പം തന്നെ ഈ തേർഡ് ജെൻഡർ, ഇവർ രാഷ്ട്രത്തിൻ്റെ ഒരു വലിയ ബാധ്യതയാണ്, ഇവർ കുഴപ്പക്കാരാണ്, ഇവരെ നമുക്ക് മാനേജ് ചെയ്യാൻ പ്രയാസമാണ് എന്ന തരത്തിൽ ഉള്ള ചില നിയമങ്ങൾ തന്നെ, അല്ലെങ്കിൽ ചില പ്രൊവിഷൻസ് ഈ നിയമങ്ങൾക്കകത്ത് ചേർത്തത് ഇംഗ്ലീഷുകാരാണ്. അതുമുതൽ സ്റ്റേറ്റിന് അവരോടുള്ള മനോഭാവത്തിൽ മാറ്റമുണ്ടായി. സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് അവരെ കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഇംഗ്ലീഷുകാർക്കാണ്. ഔറംഗസീബ് ചക്രവർത്തിയുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം സ്വന്തം പിതാവിനെ തടവിലാക്കുകയും സഹോദരങ്ങളെ നിഷ്കാസനം ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അത്രയും മനസ്സലിവില്ലാത്തൊരു ചക്രവർത്തി ആയിരുന്നു അദ്ദേഹം. ലോലഹൃദയന്മാർക്ക് പറഞ്ഞ പണിയല്ല രാജാധികാരം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നാം ജീവിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലെ പൊതുബോധത്തിൽ നിന്നുകൊണ്ട് രാജാധിപത്യത്തെ വിലയിരുത്തുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ആ കാലത്തിൻ്റെ ഒരു നീതി, ഒന്നുകിൽ നമ്മൾ കൊല്ലുക അല്ലെങ്കിൽ നമ്മൾ കൊല്ലപ്പെടുക, അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമാണ് നിലനിൽപ്പുണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു കാലത്താണ് ഇത്തരം രാജാക്കന്മാർ ഉണ്ടായി വരുന്നത്. മാത്രമല്ല ഈ എതിർപ്പുകളും അട്ടിമറികളും ഒക്കെ എപ്പോഴും സംഭവിക്കുന്നത് അല്ലെങ്കിൽ അത് നടത്തുന്നത് സ്വന്തം രക്തബന്ധത്തിൽ പിറന്ന ആളുകൾ തന്നെയാണ്. കൊട്ടാരത്തിനകത്താണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. രാജാക്കന്മാർ ഏറ്റവും അധികം ഭയന്നത് തൻ്റെ ജീവൻ എടുക്കുന്നത് തൻ്റെ മക്കൾ തന്നെയാവുക എന്നാണ്. അപ്പോൾ അങ്ങനെ ശക്തമായിട്ട് പെരുമാറാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ചക്രവർത്തിയായി നിലനിൽക്കാൻ പറ്റുള്ളൂ. മാത്രവുമല്ല അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ കൂടെ മാത്രമാണ് ഈ അണികളും പ്രജകളും ഒക്കെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ് ഔറംഗസീബ് എന്നല്ല, ഏത് രാജാവാണെങ്കിലും ആ കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടപ്പിറപ്പുകളെയൊക്കെ വധിക്കപ്പെട്ട അല്ലെങ്കിൽ അവരെ താഴ്ത്തിയിട്ട് അങ്ങനെ ഒരു പാരമ്പര്യമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇന്ത്യ എന്നല്ല ഏത് രാജവംശത്തിൻ്റെയും പാരമ്പര്യം അത് തന്നെയാണ്. നോക്കൂ, ഇന്ത്യയിൽ ആദ്യമുണ്ടായിട്ടുള്ള രാജവംശം എന്ന് പറയുന്നത് ആര്യങ്കാ രാജവംശമാണ്. അതിൽ ബിംബിസാരൻ, ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ ഒരു രാജാവ് എന്ന് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ബിംബിസാരനെ കുറിച്ചാണ്. ഈ ബിംബിസാരനെ കൊല്ലുന്നത് ആരാണ്? സ്വന്തം മകനായിട്ടുള്ള അജാതശത്രു. നമ്മുടെ ചരിത്രം, രാജാക്കന്മാരുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. പൗരാണിക ഇന്ത്യയിൽ അശോകൻ അദ്ദേഹത്തെപ്പറ്റി ബുദ്ധകൃതികളിലൊക്കെ പറയുന്നത് സ്വന്തം സഹോദരങ്ങൾ 99 സഹോദരങ്ങളെ കൊന്ന് ചക്രവർത്തിയായ ആൾ എന്നാണ് അശോകനെ കുറിച്ച് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിൻ്റെ അമ്മാവനായിട്ടുള്ള ജലാലുദ്ദീൻ ഖിൽജിയെ വധിച്ചിട്ടാണ് സുൽത്താനാവുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹത്തിൻ്റെ പിതാവ് ആയിരുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ വധിച്ചു. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ മരണം എങ്ങനെയാണ് എന്നത് ചരിത്രത്തിൽ തർക്കമുള്ള കാര്യമാണ്. എങ്കിൽ പോലും ആ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഇബ്ൻ ബത്തൂത്ത പറയുന്നത് ഈ മകനായിട്ടുള്ള മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതെന്നാണ്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല. രാജാധികാരം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. അതിനകത്ത് രക്തബന്ധങ്ങളില്ല. ഒരു ചൊല്ല് തന്നെയുണ്ട്,
കിങ്ഷിപ്പ് നോസ് നോ കിൻഷിപ്പ്. രാജാധികാരത്തിന് രക്തബന്ധങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ 99 സഹോദരന്മാരെ കൊന്നിട്ടും അശോക ദ ഗ്രേറ്റ് എന്നാണല്ലോ നമ്മൾ വിളിക്കും. അതെല്ലാം ചരിത്രത്തിൻ്റെ ഓരോ എന്താ പറയുക, വിധിയുടെ വിപരീതമെന്നൊക്കെ പറയുന്ന പോലെയാണ്. അലക്സാണ്ടറും അങ്ങനെ തന്നെയല്ലേ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അലക്സാണ്ടർ എന്താണ് കീഴടക്കിയത്? അദ്ദേഹം കീഴടക്കിയത് രാജ്യങ്ങളെയാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്തത്? ആയിരക്കണക്കായ ആളുകളെ കൊന്നുകളഞ്ഞു. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ആരാണെങ്കിലും അവർ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും അവരുടെ പിന്നാമ്പുറ കഥകൾ അന്വേഷിക്കാറില്ല. അല്ലെങ്കിൽ ആർക്കും താല്പര്യമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു പൊസിഷനാണ്, അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് നമുക്കുണ്ട് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ജനാധിപത്യത്തിൻ്റെ കാലത്ത് പോലും അങ്ങനെയാണെങ്കിൽ രാജാധിപത്യത്തിൻ്റെ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ നടന്നിരിക്കുമല്ലോ. സംശയമൊന്നുമില്ല.